NPK വളത്തോടൊപ്പം തന്നെ ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന വളമാണ് കേട്ടോ DAP. എൻ്റെ ഗാർഡനിൽ ഞാൻ യൂസ് ചെയ്യുന്ന 2 വളങ്ങളിൽ ഒന്നാണ് ഈ DAP അഥവാ ഡൈമോണിയം ഫോസ്ഫേറ്റ്. അത് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജനും ഫോസ്ഫറസും ആണ്. 1 കിലോയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ അടച്ചു വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ കാലം ഇരിക്കും. ഇതുപോലത്തെ ചെറിയ ചെറിയ മുത്തുകൾ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലും ഒറ്റ കളറിലും നമുക്ക് കിട്ടും. ഇത് നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം ചട്ടിക്കാണെങ്കിൽ ഞാനൊരു 15 to 20 ആ ഒരു കണക്കിലാണ്. കൂടുതലും ഇട്ട് കൊടുക്കാൻ പറ്റില്ല, കാര്യം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ചെടിയുടെ വേരിനെ ബാധിക്കും. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100% റിസൾട്ട് തരുന്നതാണ്. കാര്യം ഈ റിസൾട്ടും ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിയ ചെടിച്ചട്ടി, നല്ല ഗ്രോത്ത് ഉള്ള നല്ല പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 15 മണികളോളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോക്കണം, നിങ്ങളുടെ ചെടിച്ചട്ടിയുടെയും അതുപോലെ ചെടിയുടെയും ഗ്രോത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ വളം കൊടുക്കുന്നത്. കൂടുതൽ വളം ഇട്ടാലും പ്രശ്നമാണ്. അപ്പോൾ ഈ കാണുന്നത് പോലെ എൻ്റെ എല്ലാ റോസിനും 2 ആഴ്ച കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. എല്ലാ റോസിനും തന്നെ ചെറിയ ചെറിയ മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. റോസയ്ക്ക് പൂടാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ റോസിലും തന്നെ മുട്ടുകൾ ഇട്ടിട്ടുണ്ട്. DAP വളം ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇടാൻ പോകുന്ന ചട്ടിയുടെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലാണ് ഈ വളം പെട്ടെന്ന് നമ്മുടെ മണ്ണിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ.